പെരുമ്പളം പാലം ഉദ്ഘാടനം ചെയ്യാൻ നാളെയാണ് മുഖ്യമന്ത്രി ആലപ്പുഴയിൽ എത്തുന്നത്. നേരത്തെ ആ അഭിമുഖത്തിൽ തന്നെ ഈ ജി സുധാകരൻ വ്യക്തമാക്കിയത് തൻ്റെ കാലത്ത് താൻ PWD മന്ത്രിയായിരുന്ന കാലത്ത് തുടങ്ങിയതാണ് ആ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം എന്ന് പറയുന്നത്. തൻ്റെ കൂടി കുട്ടിയാണ് ആ പാലം എന്നുള്ളതാണ് ആ ഇൻ്റർവ്യൂവിൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ജി സുധാകരന് എൻ്റെ പേര് കൂടി ചിത്രം കൂടി ഉൾപ്പെടുത്തിയ പോസ്റ്റർ അത് പുറത്തിറക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ജി സുധാകരന് ഇക്കാര്യത്തിൽ തന്നെ സർക്കാർ വേദികളിൽ ഒന്നും പങ്കെടുപ്പിക്കുന്നില്ല എന്നുള്ള പരിഭവം ഉൾപ്പെടെ മാറ്റാനുള്ള നീക്കമാണ് CPM നടത്തുന്നത്. നാളെ ഒരുപക്ഷെ അദ്ദേഹത്തിന് കാലിന് വയ്യാതെ ചികിത്സയിലാണ്, നിലവിൽ ഫിസിയോതെറാപ്പി ഉൾപ്പെടെ ചെയ്താണ് മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഈ ഉദ്ഘാടനത്തിന് ജി സുധാകരനെ ക്ഷണിക്കുകയോ അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് ശേഷമോ മുമ്പോ മുഖ്യമന്ത്രി നേരിട്ട് ജി സുധാകരൻ്റെ വീട്ടിലെത്താനുള്ള സാധ്യത ഉൾപ്പെടെയുണ്ട്. നേരത്തെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി തന്നെ വ്യക്തമാക്കിയത് ജി സുധാകരൻ പാർട്ടിയുടെ എക്കാലവും കൂറുള്ള ആളാണ്, പാർട്ടി വിട്ടു പോകില്ല, പാർട്ടിയുടെ ഉത്തമമായ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ആളാണ് ജി സുധാകരൻ എന്നുള്ളതായിരുന്നു MA ബേബിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടി വിടില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് പാർട്ടി നേതാക്കൾ, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി എത്തി സംസാരിക്കുന്നതോടുകൂടി ജി സുധാകരൻ ഒരു അനുനയത്തിൻ്റെ പാതയിലേക്ക് വരും. മറ്റ് പ്രകോപനങ്ങളിലേക്ക് പോകാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള കടുത്ത നടപടിയിലേക്ക് നീങ്ങാതെ അനുനയിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് CPM ഇപ്പോൾ വിശ്വസിക്കുന്നത്. അല്പം മുമ്പ് MV ഗോവിന്ദനോട് CPM-നെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരൻ ഒരു ഇമ്പൾസീവായിട്ടൊരു തീരുമാനം എടുക്കില്ല, പാർട്ടി വിട്ടു പോകില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ്. ഫൈസലിലേക്കാണ് ഒരിക്കൽ കൂടി. ഫൈസൽ, ജി സുധാകരന്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ഈ ഒരു മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ സജീവമായ ഒരു അനുനയ നീക്കം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് വഴങ്ങുന്ന ഒരു നല്ല നേതാവായി തന്നെ അദ്ദേഹം മാറാനുള്ള സാധ്യതകളാണുള്ളത്. മറിച്ചൊരു തീരുമാനമുണ്ടാകാൻ വളരെ വിരളമായൊരു സാധ്യതയാണ് കാണുന്നത്. ഒരുപക്ഷെ മുൻപത്തെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ കൂടിയുണ്ട്. പലതവണ ഇത്തരം അവഗണനയുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോൾ ആ സമയത്ത് ചേർത്ത് പിടിക്കുകയും പിന്നീട് വീണ്ടും അദ്ദേഹത്തിന് അവഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കണക്കിലെടുത്ത് വേണം ഒരു തീരുമാനം എടുക്കാൻ എന്നുള്ളതൊക്കെ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണവുമില്ല. എന്ത് രീതിയിലായിരിക്കും ഇനി നീക്കങ്ങൾ എന്നുള്ളത് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ ഒരുപക്ഷെ ഈ അനുനയ ശ്രമങ്ങളിൽ നിന്നൊക്കെയാണ് ഇനി മനസ്സിലാക്കേണ്ടത്. അതായത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇതുവരെ ഒരു പ്രതികരണം ഉണ്ടായില്ല. അതായത് അന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം, അതായത് CPM ജില്ലാ സെക്രട്ടറിക്കെതിരെയും അതുപോലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും ഫേസ്ബുക്കിൽ വലിയ രീതിയിൽ രൂക്ഷമായ രീതിയിൽ വിമർശനം ഉന്നയിച്ച ശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്, ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഒരു പ്രതികരണം ഉണ്ടായില്ല. അതിനുള്ളിൽ തന്നെ ഈ അനുനയ നീക്ക ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ അനുനയ നീക്ക ശ്രമവുമായി എത്തത് CPM ജില്ലാ സെക്രട്ടറി R നാസറാണ്. അന്ന് അദ്ദേഹത്തിന്റെ നിലപാടിൽ തന്നെ ജി സുധാകരന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സമീപനമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അതിന് തൊട്ട് പിറ്റേ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ അനുനയ നീക്ക ശ്രമവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് MV ഗോവിന്ദൻ പറഞ്ഞത് ഈ പരിഹാസ ചിരിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് താൻ അങ്ങനെയല്ല പരിഹസിച്ചത്, അങ്ങയെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിലാണ് അദ്ദേഹം ചിരിച്ചത് എന്നാണ് അദ്ദേഹം പിന്നീട് വ്യക്തമാക്കിയത്. എന്നാൽ അതിനും ഒരു അനുകൂലമായ നിലപാട് അന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അംഗത്വം പുതുക്കണം എന്ന് തന്നെയാണ്. ആ അംഗത്വം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നിലപാടോ അല്ലെങ്കിൽ അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അംഗത്വം പുതുക്കുന്നില്ല എന്ന് തന്നെയാണ്. അതിൽ തന്നെ ഇപ്പോഴും ഈ നിമിഷം വരെയും അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതുവരെയും അംഗത്വം പുതുക്കാനുള്ള ഒരു നീക്കം ജി സുധാകരന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. അതിന്റെ ഇടയിൽ തന്നെയാണ് ഇപ്പോൾ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായി CS സുജാത ഉൾപ്പെടെയുള്ളവർ അനുനയ നീക്ക ശ്രമവുമായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. നാളെയാണ് പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനം. ആ പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനത്തിന്റെ പോസ്റ്ററിലും അദ്ദേഹത്തിന്റെ ഫോട്ടോ പതിച്ചിട്ടുണ്ട്. മാത്രമല്ല മുഖ്യാതിഥിയുടെ ഒരു നിലയിലാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും അനുനയ നീക്ക ശ്രമം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഏതായാലും ജി സുധാകരന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഇപ്പോൾ നാളെയുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹവുമായി ചർച്ച നടത്താനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു രൂക്ഷ പ്രതികരണം പരസ്യമായി പാർട്ടിക്കെതിരെ രംഗത്ത് വരുന്നത് പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇദ്ദേഹത്തെ അനുനയിപ്പിച്ച് തിരികെ പാർട്ടിക്ക് അനുകൂലമായി കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്.